സുഹൃത്തുക്കളെ, ഇന്ത്യ എന്ന രാജ്യം നൂറ്റാണ്ടുകളായി വൈവിധ്യങ്ങളുടെ നാടാണ്. വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും ആചാരങ്ങളും ഇവിടെ ഒരുമിച്ച് ജീവിച്ചു. ഈ വൈവിധ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകടനങ്ങളാണ് നമ്മുടെ ഉത്സവങ്ങൾ. ഉത്സവങ്ങൾ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പങ്കിടലിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ ഇന്ന് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉത്സവങ്ങൾ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് പകരം ചിലർ അവയെ മതവിദ്വേഷം വളർത്താനുള്ള ഉപാധികളാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ ഉത്സവങ്ങളും ആചാരങ്ങളും ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഈ പശ്ചാത്തലത്തിൽ ബക്രീദ് അഥവാ ഈദിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ബക്രീദ്. പ്രവാചകൻ ഇബ്രാഹിം ദൈവത്തോട് അനുസരണത്തിൻ്റെ ഭാഗമായി തൻ്റെ മകനെ ബലി നൽകാൻ തയ്യാറായ സംഭവത്തിൻ്റെ ഓർമ്മയാണ് ഈ ഉത്സവം. എന്നാൽ അവസാന ദിവസം ദൈവത്തിന് ഒരു ആടിനെ ബലിയായി നൽകുകയായിരുന്നു എന്നാണ് വിശ്വാസം. ഈ ഉത്സവത്തിൻ്റെ കേന്ദ്രാശയം മാംസാഹാരമോ മൃഗബലിയോ അല്ല, ത്യാഗം, പങ്കിടൽ, അതേപോലെ കരുണ, സഹജീവികളോടുള്ള ഉത്തരവാദിത്വം എന്നിവയാണ് ഇതിൻ്റെ യഥാർത്ഥ സന്ദേശം. ബലി കഴിക്കുന്ന മൃഗത്തിൻ്റെ മാംസം 3 ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഒരു ഭാഗം കുടുംബത്തിനും, ഒരു ഭാഗം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും, മറ്റൊരു ഭാഗം പാവപ്പെട്ടവർക്കും നൽകുന്നു. സമൂഹത്തിലെ ദുർബലരായവരെയും സന്തോഷത്തിൽ പങ്കാളിയാക്കുക എന്ന മഹത്തായ ആശയമാണ് ഇതിന് പിന്നിൽ. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ഉത്സവം പോലും വിദ്വേഷ രാഷ്ട്രീയത്തിന് ലക്ഷ്യമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വർഷം മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നടന്ന ചില സംഭവങ്ങൾ അതിന് ഉദാഹരണമാണ്. വർഷങ്ങളായി നിയമാനുസൃതമായി നടന്നിരുന്ന ബക്രീദ് ചടങ്ങുകൾ അവസാന നിമിഷം തടയാൻ ശ്രമങ്ങൾ നടന്നു. ചില ഹൗസിംഗ് സൊസൈറ്റികളിൽ നേരത്തെ ലഭിച്ചിരുന്ന അനുമതികൾ പിൻവലിക്കപ്പെട്ടു. രാഷ്ട്രീയ പിന്തുണയുള്ള ചില സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാധ്യമങ്ങൾ ഈ സംഭവങ്ങളെ വലിയ വാർത്തയാക്കി. എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പരിശോധിക്കുന്നതിന് പകരം മുസ്ലിം സമൂഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് പല വാർത്തകളും പ്രചരിക്കപ്പെട്ടത്. മീര റോഡിലെ ഒരു ഹൗസിംഗ് കോംപ്ലക്സിൽ വർഷങ്ങളായി നടന്നിരുന്ന പോലെ മൃഗങ്ങളെ താൽക്കാലിക ഷെഡിൽ പാർപ്പിച്ചപ്പോൾ പോലും സംഘർഷം സൃഷ്ടിക്കപ്പെട്ടു. നിയമലംഘനം ഒന്നും നടന്നിരുന്നില്ല. എന്നിട്ടും ചില സംഘടനകൾ പ്രതിഷേധിക്കുകയും ഭരണകൂടം അവരുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്തു. ഒരു ഉത്സവത്തെ ആഘോഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ ഇത്തരത്തിൽ വളഞ്ഞാക്രമിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതാണോ എന്ന ചോദ്യം നാം ചോദിക്കണം. ഇത് ബക്രീദിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഗുജറാത്തിൽ ഗർഭ ആഘോഷങ്ങളിൽ മുസ്ലിം യുവാക്കൾക്ക് പ്രവേശനം നിഷേധിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആധാർ കാർഡ് പരിശോധിച്ച് മതം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ വരെ നടന്നു. കാൻബർ യാത്രയുടെ സമയത്ത് ചില പ്രദേശങ്ങളിൽ ഹോട്ടലുകളുടെയും പഴയ കടകളുടെയും ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. ലക്ഷ്യമെന്തായിരുന്നു? മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾ സാധനം വാങ്ങിക്കാതിരിക്കാൻ. ഇത് വെറും വ്യാപാര പ്രശ്നമല്ല, ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ്. അതിലും വേദനാജനകമായ മാറ്റം രാമനവമി, കൃഷ്ണജയന്തി പോലുള്ള ആഘോഷങ്ങളിൽ കാണാം. ഒരു കാലത്ത് ഈ ആഘോഷങ്ങൾ സന്തോഷത്തിൻ്റെയും പങ്കിടലിൻ്റെയും പ്രതീകമായിരുന്നു. എല്ലാ മതവിഭാഗക്കാരും പങ്കെടുക്കുമായിരുന്നു. മുസ്ലിം സംഘടനകൾ പോലും ശർബത്ത് വിതരണം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ചിലയിടങ്ങളിൽ ഈ ഘോഷയാത്രകൾ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലൂടെ കടന്നുപോയി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്ന വേദികളായി മാറുന്നു. ചിലപ്പോൾ പള്ളികൾക്ക് മുന്നിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് കാണാം. ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോട് യോജിക്കുന്നതല്ല. ഇന്ത്യയുടെ ശക്തി വൈവിധ്യത്തിലാണ്. നമ്മുടെ സംഗീതം, ഭക്ഷണം, വസ്ത്രധാരണം, സാഹിത്യം, കല എല്ലാവിധ സംസ്കാരങ്ങളുടെയും സംഗമത്തിലൂടെയാണ് സമ്പന്നമായത്. ഒരു സമൂഹത്തിനെതിരെ വെറുപ്പ് വളർത്തുന്നതിലൂടെ ആരും ശക്തരാകുന്നില്ല, മറിച്ച് രാജ്യം തന്നെ ദുർബലമാകുന്നു. നമ്മുടെ ഭരണഘടന നമ്മളെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നാണ് സാഹോദര്യം. പരസ്പരം ബഹുമാനിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ആ സാഹോദര്യബോധം ആക്രമിക്കപ്പെടുകയാണ്. ഉത്സവങ്ങൾ സന്തോഷത്തിൻ്റെ വേദികളായിരിക്കണം. അവ ഭയം സൃഷ്ടിക്കുന്ന അവസരങ്ങളാകരുത്. മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തെ അപകടകരമായ വഴിയിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യമായത് വെറുപ്പല്ല, സ്നേഹമാണ്. വിഭജനമല്ല, ഐക്യമാണ്. സംഘർഷമല്ല, സൗഹൃദമാണ്. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ ബഹുമാനവും സുരക്ഷയും ഉറപ്പാക്കണം. ഉത്സവങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കുന്ന പ്രവണതയെ ചെറുക്കണം. നമ്മുടെ ഉത്സവങ്ങൾ വീണ്ടും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ആഘോഷങ്ങളാകട്ടെ.